ഒന്നിളക്കി കാണിക്കേ. എന്താ നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടിയുള്ളൊരു നെത്തോലി പീര പറ്റിച്ചത്. ഓക്കെ, ഇപ്പം ഊണിന് വേറെ എന്ത് കറി വേണം? ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മീൻ കറിയല്ല, മീൻ പീര പറ്റിക്കാനായിട്ടാണേ. അതിനുവേണ്ടി 1 കിലോ നെത്തോലി, കുഞ്ഞു നെത്തോലിയാണ്, ചുമന്ന നെത്തോലിയാണ്. ചെറിയ ചുമന്ന നെത്തോലി കിട്ടത്തില്ലേ, അത് ചെറുതാണേ. ഇത് 3-4 പ്രാവശ്യം ഉപ്പിട്ട് നല്ലതുപോലെ ഉരച്ച് കഴുകണം ചട്ടിയിലിട്ടിട്ടെ. എന്നാലും ഇതിൻ്റെ ആ ഒരു ഉളുമ്പ് ഇതുണ്ട് ഇതിന്, നെത്തോലിക്കൊക്കെ. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ നെത്തോലിയാണ്. ഒരു നേന്ത്രക്കായ അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പീര വറ്റിച്ചെടുക്കാം. ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കാം. ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, മതി. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 7 സാമ്പാർ ഉള്ളിയല്ലേ, അതരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഉലുവയും കടുകും ഒന്നും ചേർക്കുന്നില്ലേ. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂണോളം വരും, ഒരു 1-1.5 ടീസ്പൂണോളം വരുവേ. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം അവിടെ നിന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഈ വഴന്നു വന്ന സവാളയിൽ ഒരു 10-30 സെക്കൻഡ് ഇട്ട് വഴറ്റിയതേ ഉള്ളേ. ഇതിനകത്ത് സവാളയല്ല, കൊച്ചുള്ളേ. ഇതിനകത്തോട്ട് ഒരു 5 പച്ചമുളക് അരിഞ്ഞത് അതിട്ട് കൊടുത്ത് ഇതൊന്നും ചെറുതായിട്ട് വഴന്നു വരട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. നമ്മളിപ്പോഴത്തെ വഴറ്റിയെടുത്ത ഈ കൂട്ടിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കായില്ലേ, നേന്ത്രക്ക ഒരെണ്ണം, അതിട്ട് കൊടുക്കേ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഇത് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട്, തീ ഒന്ന് മീഡിയത്തിനും തൊട്ട് താഴെ, സിമ്മിലാക്കണ്ട, മീഡിയത്തിനും തൊട്ട് താഴെ ആക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ പച്ചക്ക നോക്കാം. ഇളക്കി കൊടുക്കാം. പച്ചക്കായ്ക്ക് അധികം നേന്ത്രക്കായ്ക്ക് വലിയ വേവൊന്നുമില്ല. ഇനിയിപ്പം ഇതിനകത്തും ഇതൊക്കെ മസാലയൊക്കെ ചേർത്തില്ലേ, മീനൊക്കെ വരത്തില്ലേ, ആ സമയം കൊണ്ട് നേന്ത്രക്ക വെന്തോണേ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന മാങ്ങയില്ലേ, ഒരെണ്ണം, അതിട്ട് കൊടുക്കാം. അത് നെത്തോലി, കുഞ്ഞ് നെത്തോലിയാണ്, വേവില്ലാത്ത നെത്തോലിയാണ്. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് ഇത് ചതച്ച മുളകാണ്, അതൊരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് ഒരു വലിയൊരു മുറി തേങ്ങ ചിരകിയിട്ട് അതിട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെയിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യേ. ഈ കൂട്ടിലോട്ട്
തേങ്ങയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ അതിപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വെച്ച നെത്തോലി ഇല്ലേ അതെടുത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കാര്യം ഇപ്പോഴാണ് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇത്തിരി ഒരു സെക്കൻഡ് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അല്ല 1-2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങ് പൊടിയും. അതുകൊണ്ട് ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിക്കൊള്ളുക. നമുക്കറിയാമല്ലോ ഇതിലേക്ക് ഉപ്പ്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം, ശകലം വെള്ളം മതിയേ, തോന വേണ്ട. മാങ്ങയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടേ മതി. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ടേ. പച്ചക്കായ മാങ്ങയൊക്കെ ഒന്ന് അടി വെള്ളം കിടപ്പുണ്ട്. ഇനി ഇത് വെള്ളം നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്തോട്ട് ഇതൊക്കെ നല്ലതുപോലെ ഇട്ടിട്ട് അതൊരു 2-3 തണ്ട് കറിവേപ്പില അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഒത്തിരി ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കേ. മതിയേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇത് സിമ്മിൽ കിടക്കണം. ഒരു 8 മിനിറ്റോളം ഇങ്ങനെ കിടക്കണം സിമ്മിലേ. നമുക്ക് തീരെ സിമ്മിലോട്ടാക്കാം. ഇങ്ങനെ കിടക്കട്ടെ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നെത്തോലി തീരെ പറ്റിച്ചത് നോക്കിയാലോ. അടി പിടിച്ചിട്ടില്ല, അതിലൊന്നും പിടിച്ചിട്ടില്ലേ. കാര്യം സിമ്മി കിടക്കുമല്ലേ. ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു പരന്ന ഇത് തന്നെ ഇളക്കി കൊടുക്കേ. ഓക്കെ, ഒന്നുകൂടെ നല്ല മണം. സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കേ. ഓക്കെ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചക്കായ എല്ലാം നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടോ ഞാൻ കാണിച്ചതേ. ഓക്കെ, എല്ലാം മാങ്ങയൊക്കെ നല്ല വെന്ത്. മീൻ പിന്നെ അധികം വേവില്ല, നെത്തോലിയല്ലേ. അടിപൊളി ടേസ്റ്റുള്ളൊരു തീരെ വറ്റിച്ചതാണ്. എന്നാൽ ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണേ. അല്ല, 1 മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ. അതിപ്പോൾ അടച്ച് വെച്ചേക്കില്ലായിരുന്നു. 1 മിനിറ്റ് ഒന്ന് തുറന്ന് കിടന്നൊന്ന് റെഡിയാവട്ടെ. ഞാൻ ഇതിപ്പോൾ 1 മിനിറ്റ് കിടപ്പുണ്ടായിരുന്നേ. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഞാൻ ഗ്യാസിന് താഴോട്ട് ഇട്ട് വെക്കാം. നോക്കിയേ, നമ്മുടെ നെത്തോലി തീരെ പറ്റിച്ചത് അടിപൊളി രുചിയാണ്. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെയൊക്കെ വരവി കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഉലുവയൊന്നും ചേർക്കാറില്ല. മാങ്ങയിട്ടതും കായൊക്കെ ഇട്ടല്ലേ, ഞാൻ ഉലുവ ചേർക്കാറില്ല. പിന്നെ കടുകൊന്നും ചേർക്കില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ മുളക് പൊടിയല്ല, നല്ല എരിയുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചതച്ച മുളക്. പിന്നെ എരിക്ക് അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഉണ്ടാക്കിയിട്ടിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഞാൻ ഒന്ന് ഇളക്കി കാണിക്കാം. എന്താ നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടിയുള്ളൊരു നെത്തോലി പീര പറ്റിച്ചത്. ഓക്കെ, ഇപ്പം ഊണിന് വേറെ എന്ത് കറി വേണം? നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഇപ്പം മാങ്ങയും പച്ചക്കായും ഒക്കെ നമ്മൾ സീസൺ അനുസരിച്ച് മാങ്ങയുള്ള സമയമല്ലേ, അപ്പോൾ ഇതുപോലൊക്കെ മാങ്ങയിട്ട് വെക്കുന്ന കറികൾ. പിന്നെ പുളിക്കനുസരിച്ചുള്ള മാങ്ങ ചേർക്കുക. പുളി വേണ്ടുന്നവർക്ക് ചിലപ്പം തോനെ മാങ്ങ ചേർക്കുകയാണ്. പുളി വേണമെന്നുള്ളവർക്ക് തോനെ മാങ്ങ ചേർക്കുക, പുളിയുള്ള മാങ്ങ ചേർക്കുക. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.